താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ MLA ഫണ്ട് അനുവദിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. 1.5 കോടി രൂപ ചെലവഴിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. കെട്ടിടം നേരത്തെ തന്നെ നിർമ്മിച്ചിരുന്നു. അവശേഷിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം നിർമ്മാണ ജോലികൾ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. പിന്നീട് വരുന്ന വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബഹുനില മന്ദിരമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് ലിഫ്റ്റ് സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനാകെ കവർ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ജനറേറ്റർ സംവിധാനം, മറ്റ് എയർ കണ്ടീഷൻ അനുബന്ധ സൗകര്യങ്ങൾ, സിവിൽ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേയേറെ അനുബന്ധ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ UPS ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ ഡയാലിസിസ് സെൻ്ററിലേക്ക് വേണ്ട ഉപകരണ സംവിധാനങ്ങളടക്കം അതെല്ലാം ഒരുക്കുന്നതിന് വേണ്ടി 1,52,20,000 രൂപ തുക വരുമെന്നുള്ള ഒരു എസ്റ്റിമേറ്റ് കണ്ടെത്തുകയും അപ്പം അതിൻ്റെ തുടർച്ചയിലാണ് ഞാനത് സൂചിപ്പിച്ചതുപോലെ MLA ഫണ്ട് വിനിയോഗത്തിൻ്റെ മാനദണ്ഡം മൂലം. അത് മാത്രമല്ല, ഈ ആശുപത്രിയുടെ ഇതുവരെയുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വലിയ വികസനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നമ്മൾ ഏത് സ്വകാര്യ ആശുപത്രിയോടും കടപിടിക്കുന്ന നിലയിലുള്ള നമ്മുടെ കാഷ്വാലിറ്റി ബ്ലോക്ക് അല്ല OP ബ്ലോക്കിൻ്റെ നിർമ്മാണം നമ്മൾ അത് ആധുനിക നിലവാരത്തിൽ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ചത്. ആ OP ബ്ലോക്കിൻ്റെ നവീകരണത്തിൻ്റെ തുടർച്ചയിലാണ് ഡയാലിസിസ് സെൻ്റർ പുതിയ കാഷ്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചത്.